ഞാൻ ചിലപ്പോ കാണിക്കും. Yes, we are going to there. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺസ് വ്ളോഗറാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറിയൊരു ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലശ്ശേരി വരെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ തലശ്ശേരിയിൽ നമുക്ക് പെട്ടെന്ന്, അതായത് ട്രെയിൻ ഇറങ്ങി 1/2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയ 3 അടിപൊളി പ്ലേസുകളാണ് നമ്മളിത് കാണിക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് തലശ്ശേരിയിലുള്ള ഒരു ബീച്ചിലാണ്, തലശ്ശേരി ബീച്ച്. ഈ പാലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നിങ്ങളിത് എവിടേക്കോ കണ്ടു മറന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കും. എവിടെയും കണ്ടു മറന്നതല്ല, നമ്മുടെ നിവിൻ പോളിയുടെ തട്ടത്തിൽ മറയുന്ന സിനിമയിൽ ആ വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഡയലോഗും കാര്യങ്ങളുള്ളത് ഈ പാലത്തിന് മുകളിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി ആ പാലത്തിന് ബലക്ഷയം വന്ന കാരണം അവരത് ക്ലോസ് ചെയ്തൊക്കെയാണ്. എന്നാലും ഇവിടെ നിന്നിട്ട് ഈ കടലിലേക്ക് നോക്കുമ്പോഴും ഈ പാലത്തിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ ഒരു പ്രത്യേക അടിപൊളി ലുക്ക് തന്നെയാട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ. പിന്നെ ഈ പാലത്തിൻ്റെ ഈ കാലുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് തുരുമ്പെടുത്ത് വളരെ മോശമായത് കൊണ്ടാണ് കേട്ടോ ഈ പാലം ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞൊരു സംഭവം, അത് ഈ കക്കിറിച്ച് പോലത്തെ സംഭവം തോന്നുന്നു. അത് കുറച്ച് ആൾക്കാർ ഇതിന് പാലത്തിൻ്റെ ഈ അടിയിൽ നിന്ന് തൂണുകളിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടിയായിരുന്നു കേട്ടോ. കല്ലുമ്മക്കായ ഈ പാലത്തിന് നിർമ്മിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പണ്ട് അവരുടെ കച്ചവടത്തിന് വേണ്ടി വന്നപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാലാട്ടത്. അടുത്ത് ഞങ്ങൾ പോയത് വേറൊരു അടിപൊളി സ്പോട്ടിലേക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ചുമരിൽ ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ട് കുറേ ആർട്ടുകൾ, കുറേ വരകളും കുറികളും അടിപൊളി കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ വേറെ ഒരു രാജ്യത്ത് പോയ പോലെ ഒരു ഫീലിംഗ് കേട്ടോ. ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, നിങ്ങൾ ആലോചിക്കണം. ഇവിടെയാണ് ആ നാട്ടുകാരുടെ ആ ഒരു മൈൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുമാല സിനിമയിലത്തെ ഒരു പാട്ട് സീനിന് വേണ്ടിയിട്ട് സെറ്റിട്ടതല്ല, അതിന് വേണ്ടി വരച്ചതാണ് ഈ കാണുന്ന ചുമരുകൾ മൊത്തം. അതിനുശേഷം ഇവരിത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഞങ്ങൾ പഴയ പോലെ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞു വേണ്ട, നല്ല ഭംഗിയുണ്ട്, ഇതിന് മാറ്റാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ മൈൻഡുള്ള അടിപൊളി മൈൻഡുള്ള ആൾക്കാരാട്ടോ ഈ തലശ്ശേരിക്കാരെന്ന് പറയണത്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അവിടെ ചെന്നപ്പോട്ടോ സംസാരിച്ചപ്പോഴൊക്കെയാണ് നമുക്ക് അവരെക്കുറിച്ച് മനസ്സിലായത്. അതിൽ ഒരു ഫോട്ടോ ഞാനെടുത്തിട്ടോ നമ്മുടെ സ്നൈസായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ജാതി ആംബിയൻസ് കിട്ടുന്ന സ്ഥലം കേട്ടോ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കണതാട്ടാ തലശ്ശേരി കോട്ട. ഇനി ഞാൻ പറയാൻ പോണത് എന്താണ് ഈ തലശ്ശേരി കോട്ട, എന്തിനു വേണ്ടിയാണ് ഈ തലശ്ശേരി കോട്ട ഉണ്ടാക്കിയത്, ആരാണ് ഈ തലശ്ശേരി കോട്ട ഉണ്ടാക്കിയത് എന്നൊക്കെയാട്ടെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പോണത്. ഈ തലശ്ശേരി കോട്ട 1705 ബ്രിട്ടീഷുകാർ ആട്ടാ ഈ കോട്ട തലശ്ശേരിയിൽ പണിയണത്. എന്തിനാ പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കച്ചവടത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് മലബാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1683 കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷെഡ് പണിതു. ഈ ഷെഡ് കുറുങ്ങോട്ട് നായരുടെ ആയിരുന്നു. കുറുങ്ങോട്ട് നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു നാടുവാഴിയായിരുന്നു. ഈ നാടുവാഴിക്ക് ഇതിന് തക്കതായ, അതായത് ഈ സ്ഥലത്തിൻ്റെ തക്കതായ പ്രതിഫലം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ നാടുവാഴിയും, അതായത് കുറുങ്ങോട്ട് നായരും അവരുടെ കുറച്ച് പടയാളികളും കൂടിയിട്ട് 1704 ഈ കോട്ടയെ വളഞ്ഞൊന്ന് ആക്രമിച്ചു. ആ കോട്ടയിൽ കുറേ സാധനങ്ങൾക്കൊക്കെ നാശനഷ്ടം വരുത്തി. അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഈ ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടുത്തെ അന്നത്തെ രാജാവായ ചിറക്കൽ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചിറക്കൽ രാജാവ് പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ സേഫായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കോട്ട പണിതോളം പറഞ്ഞു. അങ്ങനെ അന്ന് ബ്രിട്ടീഷുകാർ വെട്ടുകല്ല് മണ്ണൊക്കെ ഉപയോഗിച്ച് പണിതൊരു കോട്ടയാണ് ഈ കാണുന്ന തലശ്ശേരി കോട്ട എന്ന് പറഞ്ഞത്. അതായത് ഭയങ്കര ഹൈറ്റിൽ ഒരു കോട്ടയാണ്. പെട്ടെന്ന് വരുന്ന ആക്രമണങ്ങളും അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ അവർക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പണിതൊരു കോട്ടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കോട്ടയിലേക്കുള്ള വഴിയാട്ടോ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോട്ടയിലേക്ക് നമ്മൾ കയറി ചെന്ന് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ ഈ കോട്ടയ്ക്കകത്തുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി തന്നെ സജ്ജമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കോട്ടയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കിളി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുകൊണ്ട് വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ കോട്ടയുടെ മുകളിൽ കുറേ
ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും അവരുടെ കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഓഫീസും കാര്യങ്ങളും പിന്നെ അവരുടെ ഓഫീസർമാർക്ക് അന്ന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പീരങ്കിയാന്ന് തോന്നുന്നു, പഴയ കാലത്ത് അത് തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്, അതിനൊരു ഓണം കൂടെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കോട്ടയെക്കുറിച്ചുള്ള കുറച്ച് ചരിത്രം ഒരു ബോർഡിലാക്കിയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നടന്ന് ചെല്ലുമ്പോൾ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഒരു വഴി നമുക്ക് കാണാൻ പറ്റും. ഈ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വഴി ഇപ്പോൾ അടച്ചു പൂട്ടിട്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പണ്ട് കാലത്ത് ഇത് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സാമൂഹ്യ വിരുദ്ധരി, അതപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അവരുടേതായ കുറച്ച് ചില കുലിസിത പ്രവർത്തികൾ കാരണം അത് ഗവൺമെൻറ് എന്ത് ചെയ്തു, ആ സംഭവങ്ങൾ നിർത്തി അടച്ചു പൂട്ടിട്ടു. ഇപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനത്തുള്ള പല കാര്യങ്ങളും ചെന്ന് കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പണ്ടത്തെ നമ്മുടെ പൂർവികർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നിർത്തിയിരിക്കുകയാണ്. അതൊന്നും നമ്മുടെ വിഷയമല്ല, എന്നാലും നമ്മൾ പറഞ്ഞെന്ന് മാത്രം ഇതിനെക്കുറിച്ച്. അതിനിപ്പോൾ പിൽക്കാലത്ത് ഗവൺമെൻറ് അത് സെക്യൂരിറ്റിനൊക്കെ വെച്ച് ഓപ്പണാക്കി എല്ലാവർക്കും കാണിച്ചു തരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ കോട്ടയുടെ ഒരു സൈഡിൽ കൂടെ ചെന്നപ്പോൾ ഒരു സംഭവം അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, പിന്നീടാണ് ഞാൻ നോക്കിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഗോപുരം പോലെ ഒരു സെറ്റപ്പ്, ഒരാൾക്ക് കയറി നിൽക്കാവുന്ന രീതിയിൽ. അപ്പം ഞാൻ അടുത്ത് നിന്ന് ഗേറ്റ് കൊണ്ട് അത് അടച്ചു പൂട്ടിട്ടൊക്കെയാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം കേട്ടോ, ഞാൻ വേറെ കാരോട് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, അറിയാവുന്നൊരു കമൻ്റ് ഇടും. ഇത് പുറത്തുനിന്ന് വരുന്ന പോലെ ഫൈറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് അവർക്കെതിരെ ഒരു ചെറിയ രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു തടയായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് അപകടമൊന്നുമില്ലാത്ത രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മാതിരി എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റടി സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പണിതിട്ടുള്ളത് ഒരു ജാതി, ഇതെങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരുടെ, പണ്ടത്തെ നമ്മുടെ ആൾക്കാരുടെ കഴിവും കാര്യങ്ങളും എത്ര കൊല്ലങ്ങളായിട്ടുള്ള സെറ്റപ്പാന്ന് നോക്കി നോക്കിയാൽ കിളിയെ പാറും ഈ സാധനം കണ്ടു കഴിഞ്ഞ്. അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊത്തിപ്പിടിച്ച് മുകളിൽ കയറിയപ്പോൾ എൻ്റെ മോനെ സൂപ്പർ വ്യൂ. അതായത് ഈ കോട്ടയുടെ ചുറ്റുഭാഗത്തുള്ള പുതിയ പുതിയ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. കടലിൽ ഒറ്റ വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും, എന്നാലും കാണാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റുഭാഗത്ത്. അപ്പം പഴയ കാലത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കിലോമീറ്ററുകൾ അപ്പുറത്ത് തന്നെ ആരെങ്കിലും പ്രശ്നക്കാർ വരാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അവരെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും, അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പം അത് മാത്രമല്ല ഈ കോട്ടയുടെ മതിൽക്കെട്ടിന് മുകളിലൂടെ ചുറ്റുപാടും, അതായത് ഈ ഒരാൾക്ക് നടക്കാനുള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പറയാന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നണത് ഈ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പട്ടാളക്കാർ അതിൻ്റെ മുകളിലൂടെ ഈ റോന്ത് ചുറ്റാന്നൊക്കെ പറയില്ലേ, അതായത് ഫുൾ ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇത് കോട്ടയ്ക്ക് ചുറ്റും ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മുകളിൽ സേഫായിട്ട് നടക്കാൻ പറ്റിയൊരു സെറ്റപ്പാന്ന് തോന്നുന്നു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സെറ്റപ്പാന്ന് തോന്നുന്നല്ല, അത് തന്നെയാണ് അതിൽ ഉദ്ദേശം, അത് തന്നെയായിരിക്കും. അപ്പോൾ ഈ അതിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുന്നൊരു വഴിയാണ്. ഞാൻ അവിടം വരെ ഇങ്ങനെ ചെന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇതിൻ്റെ താഴത്ത് ഒരു വെളുക്കുണ്ടെന്ന് പറഞ്ഞു. ശരി, ആ വെളുക്കിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആ വെളുക്കുംകാല് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പം നിങ്ങൾക്കറിയാം വെളുക്കുംകാല് എന്തിനാന്നുള്ളത്, കടൽ തീരത്തുള്ള ഇവർക്ക് കച്ചവടത്തിന് സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇവരുടെ കപ്പലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു കരയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു വെളുക്കുംകാല് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വരെ വന്നിട്ട് ഞാൻ ആ വെളുക്കുംകാല് കാണാണ്ട് പോയെങ്കിൽ അത് മിസ്സിങ് ആണല്ലോ, ചരിത്രപ്രധാനമായ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നിട്ട് ഒരു നിർമ്മിതിയിലേക്ക് വന്നിട്ട് ഞാൻ വെളുക്കുംകാല് കാണാതെ പോകണമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു. ഇപ്പോൾ കുറച്ച് കാട് പിടിച്ച് കിടക്കാണ്. പണ്ടത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടലും വ്യൂ ആയിരിക്കും, സൂപ്പറായിരിക്കും. അങ്ങനെ ഞാൻ വെളുക്കുംകാല് നോക്കി നടന്നു. അങ്ങനെ ഈ ഒരു വഴിയിലൂടെ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു 3 ആളുടെ പൊക്കത്തിൽ വീണ്ടും ഒരു സംഭവം. അതിൻ്റെ മുകളിലേക്ക് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. ഇത് സൈഡിലുള്ള ബിൽഡിംഗ് കണ്ടില്ലേ, കുറച്ച് പഴക്കം ചെന്നതാണ്, ഒരുപാട് പഴക്കം ചെന്നതാണ്, പൊളിച്ചു തുടങ്ങി വീണ് തുടങ്ങി. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, നമ്മുടെ ഗവൺമെൻറ് ഇത്തിരി കൂടി ഇതൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചല്ല, ഇത്തിരി വൃത്തിയാക്കി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ വരികയും ഒരു ടിക്കറ്റ് വെച്ച് കൊടുത്താലും വലിയ നഷ്ടമില്ലെന്ന് എനിക്ക് തോന്നണേ. പണ്ടത്തെ കാലത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, രസമായിട്ടുണ്ട് പരിപാടി. അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ വെളുക്കുംകാല് കാണാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് പോയി. വീഡിയോ ഞാൻ എടുക്കാൻ നിന്നില്ല, കാരണം ഒരുപാട് പേര് അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു.
ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ക്യാമറയും പിടിച്ച് അതിന് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രമായിട്ട് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതാണ് ആ വെളുക്കുംകാലിൻ്റെ പിക്ചർ. അത് മാത്രമല്ല, ഇതിന് മുകളിൽ നിന്ന് സൈഡിലേക്ക് നോക്കുമ്പോഴേ അന്ന് ബ്രിട്ടീഷുകാർ പണിത ഒരു സൂപ്പർ പള്ളി കടലിലേക്ക് വ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കോട്ടയ്ക്ക് മുകളിൽ ഒരു കിണറിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.